വീണ്ടും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, ആദ്യം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ച് എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞാനിവിടെ വരെ എത്തിയത്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് മുമ്പോട്ട് പോകണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ അയ്യത്ത് ഇപ്പം ചൂടിൻ്റെയൊക്കെ സമയമാണ്. ഈ 2-3 മാസത്തോളം ഇനി ഭയങ്കര ചൂടാണ് വരുന്നത്. അപ്പം നമ്മൾ മേടിച്ച് വെക്കുന്ന ഈ റംബുട്ടാനും പ്ലാവും ബഡിൻ്റെയൊക്കെ ഈ ചൂട് സമയത്ത് ഉണങ്ങിപ്പോവും. നല്ല ചൂടടിക്കുമ്പോൾ ഇതെല്ലാം ഉണങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതിന് നമ്മളൊരു തണുപ്പ് കിട്ടാൻ തക്ക രീതിയിൽ നമ്മളൊരു ചകിരിച്ചോറും ചകിരിയും തൊണ്ടുമൊക്കെ വെച്ച് നമുക്ക് തണുപ്പ് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. തണുപ്പ് കൊടുക്കണം, വെള്ളം ഒഴിച്ച് കൊടുക്കണം, ചിരട്ടയും തൊണ്ടും ചകിരിയും ഈ വാഴയുടെ പിണ്ടിയൊക്കെ വെട്ടിയിട്ട് അതിന് ചുവട്ടിൽ പാകി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ റംബുട്ടാനും പ്ലാവും ബഡിൻ്റെയാണ് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ കെയർ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. വാടിപ്പോന്നൊരു വൃക്ഷമാണ്, നല്ല ചൂട് സമയമായതുകൊണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തൊണ്ട് വയ്ക്കുന്നതെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇത് തൊണ്ട് കണ്ട ചൂട്ടി ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇതുപോലെ ചുറ്റിനെ ഇങ്ങനെ അടുക്കി കൊടുക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതാണ് എൻ്റെ ഭർത്താവ്, കണ്ടോ സെൽഫിയൊക്കെ നിൽക്കുക. ഇതുപോലെയാണ് നമ്മൾ ഈ പ്ലാവ് ചൂട് സമയത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം. ആദ്യം നമ്മുടെ വാഴയുടെ പിണ്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. വെച്ച് കൊടുത്ത് അത് തണുപ്പിന് വേണ്ടിയാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മണ്ടയ്ക്ക് തൊണ്ടുകൂടി ഇതുപോലെ അടുക്കിന് വെച്ച് കൊടുക്കുക. അന്നേരം നമുക്ക് ഈ പ്ലാവിനൊക്കെ നല്ല തണുപ്പ് കിട്ടും. പ്ലാവിനും റംബുട്ടാനും ഒക്കെ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചൂട് സമയമായതുകൊണ്ട് ഇതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ റംബുട്ടാനും പ്ലാവും എല്ലാം വാടും വെയിലടിച്ച്. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം പോച്ചയും പറിച്ചൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ലതായിട്ട് നിൽക്കും, നല്ല തണുപ്പടിച്ച് നിൽക്കും. ചൂടുണ്ട്. കാറ്റ് കൊള്ളാൻ വന്നിരിക്കുക. ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇനി ഞാൻ പോവാം കേട്ടോ. വലിയൊരു കയറ്റം കയറി ഇങ്ങനെ കയറാൻ വയ്യ. വലിയൊരു കയറ്റം കണ്ടോ. അപ്പോൾ റംബുട്ടാനൊക്കെ എല്ലാവരും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. റംബുട്ടാനുള്ളവരൊക്കെ, അല്ലെങ്കിൽ ഉണക്ക സമയത്തത് ഉണങ്ങിപ്പോവും. റംബുട്ടാനും പ്ലാവിനും എല്ലാം ഇനിയിപ്പം ഇങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഉണ്ടല്ലോ ഇതിന് ചെയ്ത് വെച്ചേക്കുന്നതുണ്ടോ. ഇതുപോലെ ചെയ്യണേ. ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറേ ചപ്പും വാരിയിടണം. ഇപ്പം റെഡിയാവും. അതുപോലെ ഒരു ഓമയ്ക്കാണ് നിൽക്കുന്നത്, ചുമന്നത്. അത് വേണേൽ ഒടിക്കാം, പഴുപ്പിച്ച് നല്ല സൂപ്പർ ഓമയ്ക്കായ കേട്ടോ. കണ്ടോ, വെള്ളം പൈപ്പ് ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടിട്ട് കുറേശ്ശെ വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. തൊണ്ട് പാകിയിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിന് മണ്ടയ്ക്ക് ചപ്പൂട് വാരിയിടും. ടാങ്ക് നിറച്ച് വെച്ചേക്കുക കണ്ടോ. ടാങ്കിനകത്ത് നിറച്ചും വെള്ളമുണ്ട്. ഒരു ടാങ്കൊന്നും അല്ല ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, പൈപ്പ് കണക്ഷൻ കണ്ടോ. ഇങ്ങനെ താഴോട്ടുണ്ട്. അവിടെയും ടാങ്കുണ്ട്. എല്ലാ റംബുട്ടാൻ്റെ ചുവട്ടിലും ഇതുപോലെ പൈപ്പ് കണക്ഷൻ കൊടുത്തിങ്ങനെ ഇട്ടേക്കുവാണേ. ഇതുപോലത്തെ ചകിരി അങ്ങോട്ട് വാരിയിട്ട് നമ്മൾ കൊടുത്താൽ മതി. ഇത് തന്നെ ഇപ്പം നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കണ്ടോ. ഇതൊക്കെയാണ് നമ്മുടെ റംബുട്ടാൻ ഇപ്പം ആവശ്യം. ഉണങ്ങാതിരിക്കാൻ വേണ്ടി നമ്മളിതൊക്കെ ചെയ്ത് കൊടുക്കണം.
ഇതെല്ലാം ഇപ്പം കൊണ്ടുവന്നാണ് അതിന് വയ്ക്കാൻ വേണ്ടിയേ. കണ്ടില്ലേ ഇങ്ങനത്തെ ചകിരികൾ വാരി വെച്ചാൽ കൊടുത്താൽ മതി, നല്ല തണുപ്പായിട്ടിരുന്നോളൂ. റംബുട്ടാനും വെക്കണം, പ്ലാവിനും ഒക്കെ വെക്കണം. ഇതെല്ലാം ചകിരിച്ചോറും ചകിരിയും തൊണ്ടും ഒക്കെയാണ് കിടക്കുന്നുണ്ട്. ഇപ്പം കൊണ്ട് ഇറക്കിയതാണ്. റംബുട്ടാന് വെക്കാനും പ്ലാവിന് വെക്കാനും തെങ്ങിനും ഒക്കെ വെക്കാൻ നല്ലതാണ്. എല്ലാത്തിനും വെച്ചാൽ ഉണങ്ങാതിരിക്കും. വെള്ളവും ഒഴിച്ചു കൊടുക്കണം. അതിനാണ് ഇത്രയും സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഉണക്ക സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചാലേ പറ്റത്തുള്ളൂ. റംബുട്ടാൻ നമ്മൾ പൈസ കൊടുത്തൊക്കെ റംബുട്ടാൻ ബഡ് മേടിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്രയും നമ്മൾ നന്നായി കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ നമ്മൾ നല്ലതായിട്ട് വളർത്തിയെടുത്തെങ്കിൽ നമുക്ക് പ്രയോജനം ഉണ്ടാവും. മാങ്കുസ്തി ഉണങ്ങിപ്പോയല്ലേ, ചൂടിൻ്റെ കൂടുതലും കൊണ്ട്. എന്തോ ചൂടാ.